ഹലോ എവരിവൺ, നമുക്ക് ബെയിൽമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാം. ഫസ്റ്റ് നമുക്ക് ബെയിൽമെന്റിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ബെയിൽമെന്റ് റെഫേഴ്സ് ടു എ ലീഗൽ റിലേഷൻഷിപ്പ് വെയർ ഫിസിക്കൽ പൊസഷൻ ഓഫ് പേഴ്സണൽ പ്രോപ്പർട്ടി, ഗുഡ്സ് ഓർ അസറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പാർട്ടി ദ ബെയിലർ ടു അനദർ ദ ബെയിലി ഫോർ എ സ്പെസിഫിക് പർപ്പസ് അണ്ടർ ആൻ എഗ്രിമെന്റ്. ഇവിടെ എന്താണ് പറയുന്നത്? രണ്ട് പാർട്ടീസ് ഉണ്ട്. ഏതൊക്കെയാണ്? ആരൊക്കെയാണ്? ഒരു ബെയിൽമെന്റ് രണ്ട് പാർട്ടീസ് ഉണ്ട്, ബെയിലറും ബെയിലിയും. ബെയിലറും ബെയിലിയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ബെയിൽമെന്റ്. അത് ആദ്യത്തെ പോയിന്റ് ആണ്. ഈ എഗ്രിമെന്റ് എന്തിനായിരിക്കും? ഏതെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിനായിരിക്കും. ആ പർപ്പസ് എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഏതൊക്കെ സാധനങ്ങൾ ബെയിൽമെന്റ് ചെയ്യാം? ഒന്നുകിൽ പേഴ്സണൽ പ്രോപ്പർട്ടി ആവാം, ഗുഡ്സ് ആവാം, അസറ്റ് ആവാം. പിന്നെ ഈ ബെയിലറും ബെയിലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കും? ലീഗൽ റിലേഷൻഷിപ്പ് ആണ്. കാരണം എന്താണ്? അവർ തമ്മിലുള്ള എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ കള്ളക്കടത്ത് ചെയ്യാനുള്ള എഗ്രിമെന്റ് ഒന്നുമല്ല, അവർ ലീഗലായിട്ടുള്ള ഒരു കാര്യം ചെയ്യാനുള്ള എഗ്രിമെന്റ്. അതുകൊണ്ടാണ് അതിനെ ബെയിൽമെന്റ് എന്ന് പറയുന്നത്. അപ്പം മീനിങ് മറന്നു പോയത്, രണ്ട് പാർട്ടീസ് ഉണ്ട്, ബെയിലറും ബെയിലിയും. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലീഗൽ റിലേഷൻഷിപ്പ് ആണ്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി എന്താണ് ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ്. മനസ്സിലായല്ല? ഒറിജിനൽ ഓണർ ഓഫ് ദ അസറ്റ് എപ്പോഴും ആരായിരിക്കും? ബെയിലർ ആയിരിക്കും. ബെയിലി എപ്പോഴും എന്തായിരിക്കും? ബെയിലിക്ക് എന്തായിരിക്കും ഉള്ളത്? ബെയിലിയുടെ ഈ ഒരു സ്പെസിഫിക് പർപ്പസ് കഴിയുന്നത് വരെ ആ ഗുഡ് യൂസ് ചെയ്യാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. ഒറിജിനൽ ഓണർ ഓഫ് ദ അസറ്റ് എപ്പോഴും ബെയിലർ ആയിരിക്കും. The property remains the bailers and the bailey typically hold it temporarily and must return it or dispose of it according to the terms of the agreement. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. എന്താണ്? ഒറിജിനൽ ഓണർഷിപ്പ് എപ്പോഴും ആരുടെ കയ്യിലായിരിക്കും? ബെയിലറിൻ്റെ കയ്യിലായിരിക്കും. ബെയിലി എന്താണ് ചെയ്യുന്നത്? ടെമ്പററി ആയിട്ട് ഹോൾഡ് ചെയ്യുന്നേ ഉള്ളൂ. ആ സ്പെസിഫിക് പർപ്പസ്, എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക് പർപ്പസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ ഗുഡ് ഒന്നുകിൽ ബെയിലർക്ക് റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യണം. അപ്പം മറക്കരുത്, ബെയിൽമെന്റ് മീനിങ് എന്താണെന്ന് മറക്കരുത്. ഇനി അടുത്ത ഡെഫിനിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഡെഫിനിഷനിലും പറഞ്ഞിരിക്കുന്നത്. ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അക്കോർഡിംഗ് ടു സെക്ഷൻ 148 ഓഫ് ദ ICA, ബെയിൽമെന്റ് ക്യാൻ ബി ഡിഫൈൻഡ് as എന്ന് പറഞ്ഞിട്ട് നേരത്തെ എഴുതി ആ സെയിം കാര്യം എഴുതിയാൽ മതി. ഇവിടെ ഡെഫിനിഷൻ കണ്ട, ബെയിൽമെന്റ് ഈസ് ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ. ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ. ഒരു പേഴ്സൺ വേറൊരു പേഴ്സണ് കൊടുക്കുന്ന ഡെലിവറി ഓഫ് ഗുഡ്സ്. രണ്ട് പേഴ്സൺസ് ആരൊക്കെയാണ്? ബെയിലറും ബെയിലിയും. അത് മറക്കരുത്. അപ്പോൾ കോൺട്രാക്ട്, അവർ തമ്മിൽ എന്തുണ്ട്? കോൺട്രാക്ട് ഉണ്ട്, ലീഗൽ റിലേഷൻഷിപ്പ് ആണ്. മറക്കരുത്. That they shall, when the purpose is accomplished, be returned or otherwise disposed of according to the directions of the person delivering them. അതെന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഈ എന്തിനാണോ അവർ ബെയിൽമെന്റ് ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടത്, ആ എഗ്രിമെന്റ് പർപ്പസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഗുഡ് തിരിച്ച് ബെയിലർക്ക് ബെയിലി ഏൽപ്പിക്കണം, അല്ലെങ്കിൽ എഗ്രിമെന്റ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ആ ഗുഡിനെ ഡിസ്പോസ് ചെയ്തിരിക്കണം. അല്ലാതെ ബെയിലിയുടെ പേഴ്സണൽ യൂസിന്, അൺഓതറൈസ്ഡ് യൂസിന് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ബെയിലർക്ക് എന്ത് ചെയ്യാം? ബെയിലിക്കെതിരെ കേസ് കൊടുക്കാനുള്ള അധികാരമുണ്ട്. ഓക്കെ. പിന്നെ അടുത്ത് രണ്ട് പാർട്ടീസ് നമ്മൾ പറഞ്ഞു, ബെയിലറും ബെയിലിയും ആണ് ഇതിലുള്ള രണ്ട് പാർട്ടീസ്. ബെയിലർ ആരാണെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാം. ആരാണ്? പേഴ്സൺ ഹു ഡെലിവേഴ്സ് ദ ഗുഡ് ഈസ് നോൺ ആസ് ബെയിലർ. ആരാണോ ഗുഡ് ഡെലിവർ ചെയ്യുന്നത് അയാളാണ് ബെയിലർ. ആരാണോ ഗുഡിന്റെ ഒറിജിനൽ ഓണർ അയാളാണ് ബെയിലർ. ബെയിലി എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ആർക്കാണോ ഈ ഗുഡ് കിട്ടിയത്, ആർക്കാണോ ബെയിലർ ഗുഡ് ഡെലിവർ ചെയ്തത്, അയാളാണ് ആര്? ബെയിലി. ബെയിലിക്ക് ഒരിക്കലും ഓണർഷിപ്പ് ഇല്ല, പൊസഷൻ മാത്രമേ ഉള്ളൂ. മറക്കരുത്. കീ എലമെന്റ്സ് ഓഫ് ബെയിൽമെന്റ് നമ്മൾ നേരത്തെ മീനിങ്ങിൽ പറഞ്ഞില്ലേ പോയിന്റുകൾ, അത് തന്നെയാണ് ബെയിൽമെന്റിന്റെ കീ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഡെലിവറി ഓഫ് പൊസഷൻ. പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓണർഷിപ്പ് കിട്ടില്ല ബെയിലിക്ക്, പൊസഷൻ മാത്രമേ ബെയിലറിൻ്റെ നിന്ന് ബെയിലിക്ക് കിട്ടുള്ളൂ അസറ്റിന്റെ. പർപ്പസ്, എഗ്രിമെന്റ് ഒരു പർപ്പസ് പറഞ്ഞിട്ടുണ്ട്, ആ പർപ്പസിനല്ലാതെ അൺഓതറൈസ്ഡ് യൂസ് പാടില്ല. റിട്ടേൺ ഓഫ് പ്രോപ്പർട്ടി, പർപ്പസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഗുഡ് തിരിച്ചു കൊടുക്കണം ബെയിലറിന്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഓഫ് കെയർ, മറ്റൊരാളുടെ സാധനമാണ് ബെയിൽ ഉപയോഗിക്കുന്നത്, അയാളുടെ ഓണർഷിപ്പ് ഇല്ല, അപ്പം മറ്റൊരാളുടെ സാധനം ഉപയോഗിക്കുന്നതോടൊപ്പം എന്താണ്? കെയറിൽ ഉപയോഗിക്കണം. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിന്റെ കീ എലമെന്റ്സ്. ഓക്കെ. അതെന്താണ് ബെയിൽമെന്റ് എന്താണെന്ന് സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം എഴുതാന്നേ ഉള്ളൂ. അടുത്ത ടൈപ്സ് ഓഫ് ബെയിൽമെന്റ്. ഇനി നമുക്ക് ബെയിൽമെന്റ് എന്താണെന്ന് നോക്കി, ബെയിൽമെന്റ് മീനിങ് നോക്കി, ഡെഫിനിഷൻ നോക്കി, പാർട്ടീസ് നോക്കി, ഇനി ബെയിൽമെന്റ് ടൈപ്പ് നോക്കാം. ഈ ഗ്രാറ്റുവസ് ബെയിൽമെന്റ്, ബെയിൽമെന്റ് ഫോർ ഹയർ, ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ച് എളുപ്പമായിരിക്കും. ഗ്രാറ്റുവസ് ബെയിൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ദ ബെയിൽമെന്റ് ഈസ് മെയ്ഡ് വിത്തൗട്ട് എനി കോമ്പൻസേഷൻ ടു ദ ബെയിലി. ബെയിലിക്ക് ഒരു കോമ്പൻസേഷനും കൊടുക്കാതെയുള്ള ബെയിൽമെന്റ് ആണ് ഏത്? ഗ്രാറ്റുവസ് ബെയിൽമെന്റ്. അപ്പം ബെയിൽമെന്റ് ഫോർ ഹയർ എന്തായിരിക്കും? ബെയിലിയുടെ സർവീസസിന് കോമ്പൻസേഷൻ കൊടുത്തു, അങ്ങനെയുള്ള ബെയിൽമെന്റ് ആണ് ഏത്? ബെയിൽമെന്റ് ഫോർ ഹയർ. അപ്പം ഗ്രാറ്റുവസ് ബെയിൽമെന്റ് എന്താണ്? ബെയിൽമെന്റ് ഫോർ ഹയർ എന്താണ്? മനസ്സിലായല്ലോ?
ഇനി അടുത്തുള്ള രണ്ട് ബെയിൽമെന്റ് ആണ് കൺസ്ട്രക്റ്റീവ് ബെയിൽമെന്റും മ്യൂച്വൽ ബെനിഫിറ്റ് ബെയിൽമെന്റും. കൺസ്ട്രക്റ്റീവ് ബെയിൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ദ പൊസഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ഈസ് ട്രാൻസ്ഫേർഡ് വിത്തൗട്ട് ഫിസിക്കൽ ട്രാൻസ്ഫർ സച്ച് as leaving a car for repairs at a garage. ഇവിടെ എന്താണ്? പ്രോപ്പർട്ടിയുടെ അല്ലെങ്കിൽ അസറ്റിന്റെ പൊസഷൻ ട്രാൻസ്ഫർ ചെയ്തു, പക്ഷെ എന്താണ് ഫിസിക്കൽ ട്രാൻസ്ഫർ നടന്നിട്ടില്ല. എക്സാമ്പിൾ ആയിട്ട് അവർ പറയുന്നത് കാർ റിപ്പയറിന്, ഇപ്പൊ നമ്മുടെ കാർ റിപ്പയറിന് നമ്മൾ ഗാരേജിൽ കൊടുത്തിട്ട് പോവുകയാണ്. ആ റിപ്പയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗുഡ് ആ കാർ നമുക്ക് തിരിച്ചിടണം. അതിനാണ് കൺസ്ട്രക്റ്റീവ് ബെയിൽമെന്റ് എന്ന് പറയുന്നത്. പൊസഷൻ മാത്രമേ അവിടെ ട്രാൻസ്ഫർ ആവുന്നുള്ളൂ, ഫിസിക്കൽ ട്രാൻസ്ഫർ നടക്കുന്നില്ല. അടുത്ത മ്യൂച്വൽ ബെനിഫിറ്റ് ബെയിൽമെന്റ് എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടീസ് ഉണ്ട്, ആരൊക്കെ? ബെയിലറും ഉണ്ട് ബെയിലിയും ഉണ്ട്. ഈ ബെയിൽമെന്റ് എന്ന് പറയുന്ന കാരണം രണ്ടുപേർക്കും അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവുകയാണെങ്കിൽ അത് മ്യൂച്വൽ ബെനിഫിറ്റ് ബെയിൽമെന്റ് ആണ്. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലെൻഡിങ് എ ടൂൾ ടു എ ഫ്രണ്ട് ഫോർ എ പ്രോജക്റ്റ്. ഫ്രണ്ടിന് പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടൂൾ ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. അത് ഡ്യൂട്ടീസ്. അപ്പം നമ്മൾ ബെയിൽമെന്റ് എസെൻഷ്യൽസ് എല്ലാം നോക്കി. ഇനി അടുത്ത് ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലി നോക്കാം. ആദ്യം ബെയിലറിന്റെ ഡ്യൂട്ടീസ് നോക്കാം. ഡെലിവറി ഓഫ് പൊസഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞു, കീ എലമെന്റ് തന്നെ പറഞ്ഞു. പൊസഷൻ ആർക്കാണ് കൊടുക്കുന്നത്? ബെയിലർ ബെയിലിക്കാണ് കൊടുക്കുന്നത്. ഡിസ്ക്ലോസർ ഓഫ് ഡിഫക്റ്റ്, ഈ ഗുഡിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ അത് നേരത്തെ ബെയിലിയെ അറിയിച്ചിരിക്കണം ബെയിലർ. കോമ്പൻസേഷൻ, എഗ്രിമെന്റിൽ എന്തെങ്കിലും കോമ്പൻസേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബെയിലർ കിട്ടാനുള്ള അധികാരമുണ്ട്. ഇൻഡെമിനിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബെയിലിക്ക് ഈ ഗുഡ് കാരണം എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അത് തീർത്തു കൊടുക്കാൻ, അത് പരിഹരിക്കാനുള്ള റൈറ്റ് ആർക്കാണ്? ബെയിലർക്കാണുള്ളത്. അടുത്ത ഡ്യൂട്ടീസ് ഓഫ് ബെയിലി. ബെയിലിയുടെ ഡ്യൂട്ടീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബെയിലിയുടെ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ കെയർ ആൻഡ് കസ്റ്റഡി. മറ്റുള്ള സാധനമാണ്, അപ്പോൾ എന്ത് ചെയ്യാം? കെയർ ആയിട്ട് ഉപയോഗിക്കാം. കസ്റ്റഡി, അത് സൂക്ഷിക്കേണ്ട ചുമതല ആരാണ്? ബെയിലിയുടെ ചുമതലയാണ്. പർപ്പസ് ഓഫ് ബെയിൽമെന്റ്, എഗ്രിമെന്റിൽ ഒരു പർപ്പസ് പറഞ്ഞിട്ടുണ്ട്, ആ പർപ്പസിന് മാത്രമേ ഉപയോഗിക്കാവൂ. അൺഓതറൈസ്ഡ് യൂസ് പാടില്ല. അത് നേരത്തെ പറഞ്ഞതാണ്. റിട്ടേൺ ഓഫ് പ്രോപ്പർട്ടി, പർപ്പസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ബെയിലറിന് ബെയിലി റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡിസ്പോസ് ചെയ്യാം. എഗ്രിമെന്റ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഡിസ്പോസ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ ഓഫ് ഇഷ്യൂസ്, അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂ ആ ഗുഡിൽ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യാം? അത് ബെയിലറിനെ അറിയിച്ചിരിക്കണം. നോ അൺഓതറൈസ്ഡ് യൂസ്, എഗ്രിമെന്റ് പറഞ്ഞിട്ടില്ലാതെ വേറെ ഒരു യൂസും പാടില്ല. എന്തിനാണ് ഈ എഗ്രിമെന്റ് ഉണ്ടാവുന്നത്? ബെയിലറും ബെയിലിയും തമ്മിൽ എന്തിനാണ് എഗ്രിമെന്റ് വയ്ക്കുന്നത്? ഭാവിയിൽ അവർ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് ഉണ്ടാവാതിരിക്കാൻ, തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ്. അടുത്ത റൈറ്റ്സ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലി. ബെയിലറിന്റെയും ബെയിലിയുടെ റൈറ്റ്സ്. റൈറ്റ്സ് ഓഫ് ദ ബെയിലർ. റൈറ്റ്സ് ഓഫ് ദ ബെയിലർ എന്ന് പറയുമ്പോൾ റൈറ്റ് ടു ഡിമാൻഡ് റിട്ടേൺ. എന്താണ്? അയാളാണ് ഒറിജിനൽ ഓണർ, ആര്? ബെയിലർ. അപ്പോൾ എന്ത് ചെയ്യാം? പർപ്പസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുഡ് തിരിച്ച് ചോദിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ബെയിലർക്കുണ്ട്. റൈറ്റ് ടു സ്യൂ ഫോർ ബ്രീച്ച്, അവർ എഗ്രിമെന്റ് പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ബെയിൽ ചെയ്യുകയാണെങ്കിൽ ബെയിലിക്കെതിരെ കേസ് കൊടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ബെയിലർക്കുണ്ട്. റൈറ്റ് ടു കോമ്പൻസേഷൻ, ആ ഗുഡിൽ എന്തെങ്കിലും നാശനഷ്ടം വരുത്തുകയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബെയിലർക്ക് എന്താണ്? കോമ്പൻസേഷൻ കിട്ടാനുള്ള അധികാരമുണ്ട്. റൈറ്റ് ടു ഇൻസ്പെക്ട്, ഗുഡ് എന്ത് ചെയ്യാം? ഗുഡ് തിരിച്ചു വാങ്ങുന്നതിന് മുന്നേ അതിനെന്തെങ്കിലും കേടുപാട് പറ്റിയിട്ടുണ്ടോ, എന്തെങ്കിലും നാശം സംഭവിച്ചിട്ടുണ്ടോ, അതെല്ലാം ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ബെയിലർക്കുണ്ട്. അടുത്ത റൈറ്റ്സ് ഓഫ് ദ ബെയിലി. ബെയിലിയുടെ റൈറ്റ്സ് എന്താണെന്ന് നോക്കാം. റൈറ്റ് ടു പൊസഷൻ ആരിൽ നിന്നാണ് കിട്ടുന്നത്? ബെയിലർ ബെയിലിക്കാണ് കിട്ടുന്നത്, ഓണർഷിപ്പ് കിട്ടുന്നില്ല. അപ്പം പൊസഷനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബെയിലിക്കുണ്ട്. റൈറ്റ് ടു കോമ്പൻസേഷൻ, ഈ എഗ്രിമെന്റിൽ എന്തെങ്കിലും ബെയിലിക്ക് കോമ്പൻസേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ബെയിലിക്ക് കിട്ടാം. റൈറ്റ് ടു ലെയിൻ, ബെയിലിയുടെ എന്തെങ്കിലും സർവീസസിന് എമൗണ്ട് ഫീസ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ കിട്ടുന്നത് വരെ ആ ഗുഡ് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കാനുള്ള അധികാരം ബെയിലിക്കുണ്ട്. റൈറ്റ് ടു സ്യൂ ഫോർ ഡാമേജസ് എന്ന് പറഞ്ഞാൽ ഈ ഗുഡ് ബെയിലർ കൊടുത്ത ഗുഡല്ലേ ഉപയോഗിച്ചു, ബെയിലർ എന്ത് ചെയ്തു? അതിനെന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, അതിനെന്തെങ്കിലും കേടുപാടുണ്ടായിരുന്നു, അത് ബെയിലിയോട് പറഞ്ഞിട്ടില്ല. അത് കാരണം ബെയിലിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അതിന് ബെയിലർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. റൈറ്റ് ടു ലിമിറ്റ് ലയബിലിറ്റി, ആ ഗുഡ് കാരണം എന്തൊക്കെ നഷ്ടം ഉണ്ടാവുന്നുണ്ടോ ആ നഷ്ടം എല്ലാം കുറയ്ക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ബെയിലിക്കുണ്ട്. ഫൈൻഡർ, അടുത്ത് നമുക്ക് പറയുന്ന ബെയിൽമെന്റ് കഴിഞ്ഞു. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ആണ്. ഇത് സെക്ഷൻ 71 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇഫ് എ പേഴ്സൺ ഫൈൻഡ്സ് സർട്ടൻ ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ പേഴ്സൺ ഇറ്റ് വിൽ നോട്ട് ബിക്കം ദ പ്രോപ്പർട്ടി ഓഫ് ദ ഫൈൻഡർ.
ഇപ്പോൾ ഒരു ഗുഡ് ഉണ്ട്, നമുക്കൊരു ഗുഡ് മറ്റൊരാളുടെ ഗുഡ് കളഞ്ഞിട്ടും അറിയാമല്ലോ ഓൾറെഡി ഇത് വേറൊരാളുടെ സാധനമാണെന്ന്, നമ്മുടേതല്ലല്ലോ. അത് കളഞ്ഞു കിട്ടി കഴിഞ്ഞാൽ പലരും വിചാരിക്കുന്നത് എന്താണ്, ഇത് നമുക്കിനി ഉപയോഗിക്കാം അങ്ങനെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല, അത് മറ്റൊരാളുടെ പ്രോപ്പർട്ടിയാണ്. അപ്പം നമുക്കൊരു സാധനം കളഞ്ഞു കിട്ടുമ്പോൾ നമുക്ക് അവിടെ കുറേ ഡ്യൂട്ടീസ് ഉണ്ട്, ലീഗൽ ഡ്യൂട്ടീസ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ലീഗൽ ഡ്യൂട്ടീസ് ഓഫ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്. ഡ്യൂട്ടി ടു മേക്ക് റീസണബിൾ എഫേർട്ട്. ഇതിൻ്റെ യഥാർത്ഥ ഓണർ ആരെന്ന് കണ്ടെത്താനുള്ള എല്ലാ എഫർട്ടും, മാക്സിമം എഫേർട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കണം. പൊസഷൻ ആൻഡ് കൺട്രോൾ. നേരത്തെ നമ്മൾ ബെയിൽമെൻറ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഓണർഷിപ്പ് ഇല്ല, പൊസഷനും കൺട്രോളും നമ്മുടെ കയ്യിലുണ്ട്. മറ്റുള്ള സാധനമാണ് അത് സൂക്ഷിക്കേണ്ടത്, സൂക്ഷിക്കാനുള്ള ചുമതല നമ്മുടെ കയ്യിലുണ്ട്. റിവാർഡ്. നമ്മൾ യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടെത്തിയിട്ട് ഉടമസ്ഥൻ നമ്മുടെ ഈ സത്യസന്ധതയ്ക്ക് ഉടമസ്ഥൻ എന്തെങ്കിലും നമ്മൾ റിവാർഡ് തരികയാണെങ്കിൽ അത് വാങ്ങിക്കാനുള്ള അധികാരമുണ്ട്. അയാൾ തരയണമെങ്കിൽ, അല്ല നിർബന്ധപൂർവ്വമൊന്നുമില്ല. ലീഗൽ ഒബ്ലിഗേഷൻ തന്നെ എന്താണ്, കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള അതോറിറ്റീസിനെല്ലാം അറിയിച്ചിരിക്കണം ഇങ്ങനൊരു ഗുഡ് മറ്റുള്ള സാധനം കളഞ്ഞു കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. നോട്ടിഫിക്കേഷൻ, നോട്ടീസിലൊക്കെ പബ്ലിഷ് ചെയ്യണം, പോസ്റ്റേഴ്സൊക്കെ അടിച്ച് ഇങ്ങനൊരു സാധനം മറ്റുള്ള സാധനം കിട്ടിയിട്ടുണ്ട്, ഉടമസ്ഥൻ ബന്ധപ്പെടുക എന്നൊക്കെ പറഞ്ഞ് അറിയിക്കണം. ടൈം ലിമിറ്റ്. ഇപ്പം നമുക്കൊരു ഗുഡ് കളഞ്ഞു കിട്ടി, നമ്മൾ 1 വർഷം കഴിഞ്ഞാണ് എല്ലാവരും അറിയിക്കുന്നത്, അയ്യോ എനിക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടിയത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഗുഡ് കിട്ടിയ സ്പെസിഫിക് ടൈം ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരു ദിവസം ആ കിട്ടിയ ഉടനെ തന്നെ കോമ്പീറ്റൻ്റ് അതോറിറ്റി അറിയിക്കണം. ഡിസ്പോസൽ. ഇപ്പം ആ ഗുഡ് കിട്ടി നമ്മൾ എത്രയൊക്കെ എഫേർട്ട് എടുത്തിട്ടും യഥാർത്ഥ ആളെ കിട്ടിയില്ല. യഥാർത്ഥ ആളെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് ലീഗൽ ഡ്യൂട്ടീസ് ഓഫ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റുള്ള സാധനം നമ്മൾ കളഞ്ഞു കിട്ടുകയാണെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിൽ നമുക്ക്